നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന വാർത്ത കെപിസിസി മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരനെ ദേഹാസ്വാസ്ഥ്യം. തൃശൂരിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ സൺ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യമൊരു തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. നിലവിൽ സാഹചര്യം കുഴപ്പമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കെപിസിസി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന്റെ ബന്ധുവിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം തൃശൂരിലെത്തിയത്. അവിടെ വിവാഹ സൽക്കാരം ചടങ്ങുകൾ നടക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന് തലകറക്കം അനുഭവപ്പെട്ടത്. ഇപ്പോൾ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് സുധാകരനെ പരിശോധിക്കുന്നത്. MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ ചികിത്സ നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി കുഴപ്പമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം കെപിസിസി അധ്യക്ഷ സ്ഥാനമൊക്കെ തന്നെ മാറിയതിനു ശേഷം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുറവാണ്. എന്നിരുന്നാലും കൃത്യമായിട്ട് പല രാഷ്ട്രീയ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമായി തന്നെ പറയാറുണ്ട്. ഇപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവാണ്. എന്നിരുന്നാലും പണ്ടത്തതിനേക്കാൾ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിനേക്കാൾ വളരെ കുറവായിട്ടാണ് അദ്ദേഹം പല പരിപാടികളിലും വരുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഒരു നേതൃത്വത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അടക്കം അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്റെ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കെപിസിസി പുനഃസംഘടനയെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം വളരെ ഒരു പരിഹാസ രൂപമായിട്ട് ഒരു മറുപടി പറഞ്ഞത്. പുനഃസംഘടനയിൽ താൻ തൃപ്തനെന്നും ഇത്രയും തൃപ്തി മുൻപ് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു കെ സുധാകരൻ വളരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് കെപിസിസി അധ്യക്ഷൻ പദവിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പാർട്ടി നേതൃത്വത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി തന്നെ അദ്ദേഹം പറയാറുണ്ട്. അതും മുഖമടച്ചു തന്നെ അദ്ദേഹം രൂക്ഷമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. പുനഃസംഘടനയിലെ അതൃപ്തി പുകഞ്ഞു കത്തുകയാണ്. നേരത്തെ തന്നെ കെ സുധാകരനും കെ മുരളീധരനും അതൃപ്തിയുണ്ടെങ്കിലും പരസ്യ വിമർശനത്തിന് മുതിർന്നിരുന്നില്ല. കണ്ണൂരിൽ നിന്ന് നിർദ്ദേശിച്ച റിജിൽ മാങ്കുറ്റിയെ പരിഗണിക്കാത്തതായിരുന്നു കെ സുധാകരന്റെ പരിഭവത്തിന് കാരണം. ഏതായാലും നിലവിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി കുഴപ്പമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇനി MRI സ്കാനുകൾ മറ്റു ടെസ്റ്റുകളടക്കം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ തുടർ പരിശോധന നടത്തുക എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്.